പാട്ട് സിലബസിൽ നിന്ന് പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണ് വേടന്റെ പ്രതികരണം. തന്റെ നിലപാടിനെതിരായ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നുള്ളതാണ്. തന്റെ പോരാട്ടം തുടരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ ഇപ്പോൾ ഈ വാർത്ത എന്നുള്ളത് വൈസ് ചാൻസലർക്ക് ഈ പാട്ട് പിൻവലിക്കണം സിലബസിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി വന്നത്. BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് VC ഡോക്ടർ P രവീന്ദ്രന് പരാതി നൽകിയത്. ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണ് ഈ പാട്ടുകൾ എന്നതാണ് പരാതി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. അനുരാജന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഇതിവൃത്തം അതെപ്പോഴും ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സമരസപ്പെട്ടുള്ള ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും പുറത്തു കൊണ്ടുവരുന്നത്. അതാകട്ടെ പലതും അടിസ്ഥാനരഹിതമാണ്. അതുപോലെ തന്നെ പലതും ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും മറ്റു വിഭാഗങ്ങളെ, സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുകയും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഇയാളുടെ പാട്ടുകൾ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ശേഷം വളർന്നു വരുന്നവർക്ക് മാതൃകയാകാനുള്ള അർഹതയില്ല എന്ന് മാധ്യമ ഇന്റർവ്യൂകളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന അത്തരത്തിലൊരു വ്യക്തിയുടെ പാട്ട് കൊണ്ടുവന്ന് ആ പാട്ടിൻ്റെ ആരാധകരാക്കി അവരെ മാറ്റി, അതോടൊപ്പം അതിന് പിന്നിലുള്ള വ്യക്തിയെ, ആ സംഗീതകാരനെ അവരുടെ ആരാധ്യപുരുഷനാക്കി മാറ്റുന്നതിലൂടെ ഒരു തെറ്റായ മാതൃക ആയിത്തീരുന്ന ഒരു മനുഷ്യൻ എന്ന് സ്വയം പറയുന്ന ഒരാളെ എന്തിനു അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സംശയം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, BJP വിടാതെ പിന്തുടരുകയാണ് വേടനെ. ഇതിനു മുൻപ് NIA അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പരാതി പോലും ഉണ്ടായത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ പാട്ട് സിലബസിൽ നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അനുജ, ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ടാണ് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം താരതമ്യ പഠനത്തിൽ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജ് രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് വേടന്റെ പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണ്. താൻ ഈ മദ്യമടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സ്വയം സമ്മതിച്ച വേടന്റെ പാട്ടുകൾ തെറ്റായ സന്ദേശം വരും തലമുറക്ക് നൽകും. അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഈ അനുരാഗ് ഇതുമായി ബന്ധപ്പെട്ട് ഈ VCക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സമൂഹത്തെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റെ പാട്ടിന്റെ ആശയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാം, ദളിത്, ഇടത് കൂട്ടായ്മകളെ ശ്രവിക്കുന്നവരുടെ ആശയങ്ങൾക്ക് ഊർജം പകരുന്നതാണ് വേടന്റെ പാട്ടുകളെന്നും അനുരാജ് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാട്ടുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗമായ അനുരാജ് പറയുന്നത്. ശരി, പക്ഷെ തന്റെ നിലപാടുകളും തന്റെ പാട്ടുകളും തുടരും എന്നുള്ളതാണ് വേടന്റെ പ്രതികരണം. അല്പസമയം മുൻപാണ് നമ്മൾ വേടന്റെ പ്രതികരണം തത്സമയം കണ്ടത്.